നമസ്കാരം. ബുക്ക് മാർക്കിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സാധാരണ നമ്മൾ ഒരു എപ്പിസോഡിൽ ഒരു പുസ്തകം വെച്ചാണല്ലോ പരിചയപ്പെടുത്താറുള്ളത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഈ അടുത്ത് വായിച്ച 3 പുസ്തകങ്ങളെക്കുറിച്ച് പറയാമെന്ന് വരുന്നു. അതിൽ ആദ്യത്തെ പുസ്തകം മരണക്കൂട്ട്, ഒരു ശവം വാരിയുടെ ആത്മകഥ. വിനുവിന്റെ ജീവിതം നിയാസ് കരീം എഴുതുന്നു. മാതൃഭൂമി ബുക്സ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വായിക്കേണ്ടുന്ന ഒരു പുസ്തകം തന്നെയാണ്. ഇതിന്റെ അവതാരികയിൽ സന്തോഷ് ഏച്ചിക്കാനം ഇങ്ങനെ എഴുതുന്നുണ്ട്: വിനുവിനെ സംബന്ധിച്ചിടത്തോളം അടിച്ചേൽപ്പിക്കപ്പെടുന്ന പരമ്പരാഗതമായ ഒരു ബാധ്യതയല്ല ഈ തൊഴിൽ. അയാൾക്ക് എഴുത്തുപോലെ, ചിത്രകല പോലെ സർഗാത്മകമായ ഒരു വികാരമാണ് കബന്ധങ്ങളുമായുള്ള ആത്മബന്ധം. വാൻഗോഗ് മഞ്ഞ നിറത്തിലേക്ക് ഇറങ്ങും പോലെയാണ് മുങ്ങി മരിച്ചവനെ തേടി വിനു പുഴയാഴങ്ങളിലെ തണുപ്പുകളിലേക്ക് ഊളിയിടുന്നത്. അജ്ഞാതന്റെ ശരീരവുമായി കരയിലെത്തുമ്പോൾ അയാളൊരു ഗോതമ്പ് പാടം വരച്ചു തീർത്ത നിർവൃതി അനുഭവിക്കുന്നു. ഈ തൊഴിലിലേക്ക് വിനു വരുന്നതും മുന്നോട്ടുള്ള യാത്രയിലെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളുമൊക്കെ വിശദമായി തന്നെ ഈ പുസ്തകം പറയുന്നുണ്ട്. പുഴയിലേക്ക് ഇറങ്ങാൻ ആരും തയ്യാറാവാതിരുന്ന സമയത്ത് ആദ്യമായി ഇറങ്ങി അഴുകിയ ആ കാലുകൾ ചേർത്ത് പിടിച്ചത് മുതൽ ആശാന്മാർക്കൊപ്പവും കേരള പോലീസിനൊപ്പവും ഒക്കെ ജീവിതത്തിന്റെ യാത്രയിൽ എത്രയോ ശരീരങ്ങളെ തൻ്റെ കൈകളിലൂടെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വിനു പറയുന്ന സമയത്ത് തന്നെ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ നേരിടേണ്ടി വന്ന അവഗണനയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും ജീവിതം വായിച്ചു കഴിഞ്ഞാലും അങ്ങനെ മറക്കാൻ സാധിക്കുന്നതല്ല. തന്നെ ചേർത്ത് പിടിച്ച മനുഷ്യരെക്കുറിച്ച് വിനു പറയുമ്പോൾ വായനക്കാരൻ്റെയും ഹൃദയം നിറയുന്നുണ്ട്. ഹൃദയത്തിൽ തൊടുന്ന ഭാഷ കൊണ്ട് തന്നെ നിയാസ് കരീം ആ ജീവിതത്തെ അക്ഷരങ്ങളിൽ അടുക്കി വയ്ക്കുന്നുമുണ്ട്. ഈ പുസ്തകം വായിക്കുകയാണെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അത് നിങ്ങളെ സ്വാധീനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ സമൂഹത്തിലെ വിനുവിൻ്റെ ജീവിതത്തിന് അത്രയേറെ നമ്മളോട് പറയാനുമുണ്ട്. രണ്ടാമത്തെ പുസ്തകം സന്തോഷ് കുമാറിന്റെ ജ്ഞാനഭാരമാണ്. മാതൃഭൂമി ബുക്സ് തന്നെയാണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കൈലാസ് പാട്ടീൽ മരിച്ചു. ഡച്ച് നഗരമായ ഹേഗിൽ വെച്ചായിരുന്നു മരണം. വിഘ്നേഷ് പാട്ടീലാണ് വിളിച്ചു പറഞ്ഞത്. ഒരാഴ്ച മുൻപായിരുന്നു മരണം. തിരക്കുകളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ കടലാസുകളെല്ലാം ഒതുക്കുകയായിരുന്നു. നിങ്ങളിൽ 4-5 പേരുടെ വിലാസങ്ങൾ കിട്ടി, ഓരോരുത്തരെയും വിളിക്കുകയാണ്. അയാൾ തുടർന്നു: സത്യത്തിൽ നിങ്ങളെ വിളിക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. വിഘ്നേഷ് അല്പനേരം നിർത്തി. പിന്നെ അങ്ങനെ പേടിക്കാനുള്ള കാരണം അയാൾ വിശദീകരിച്ചു. ഇതിനു മുൻപ് വിളിച്ച 3 പേരും മരിച്ചു പോയിരുന്നു. അവരുടെ ബന്ധുക്കളാണ് ഫോൺ എടുത്തത്. ഇങ്ങനെയാണ് ഈ നോവൽ തുടങ്ങുന്നത്. ആരായിരുന്നു കൈലാസ് പാട്ടീൽ? അദ്ദേഹവുമായുള്ള ബന്ധം, പരിചയപ്പെട്ടതും യാത്രകളുമൊക്കെയായി ജ്ഞാനഭാരം വികസിക്കുമ്പോൾ നമ്മൾ കൈലാസ് പാട്ടീലിനെ കുറിച്ചും ഭുവൻ ദേശായിയെക്കുറിച്ചും നരേഷ് ദേശായിയെക്കുറിച്ചും ഒക്കെ കൂടുതലായി അറിയുന്നു. വർഷങ്ങളായി എൻസൈക്ലോപീഡിയ വായിക്കുന്ന കൈലാഷിൽ നിന്നും അയാളുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ആ യാത്രയെ മികച്ചൊരു വായനാ അനുഭവമാക്കി മാറ്റാൻ സന്തോഷ് കുമാറിന് സാധിക്കുന്നുമുണ്ട്. തുടക്കത്തിൽ കൈലാഷ് പാട്ടീൽ എന്ന കഥാപാത്രത്തിൽ നമുക്ക് തോന്നുന്ന ഒരു താല്പര്യത്തെ അവസാനം വരെ നിലനിർത്താൻ സാധിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള അയാളുടെ തിരിച്ചറിവുകളും പ്രതികരണങ്ങളും ഒക്കെ ആകുമ്പോൾ ആ മനുഷ്യനെ വളരെ ആഴത്തിൽ സമീപിക്കാൻ കൂടെ നോവലിന് പറ്റുന്നുണ്ട്. അവസാനത്തോടെ എടുക്കുമ്പോൾ നരേഷ് ദേശായിയും ആയുള്ള സംഭാഷണങ്ങളൊക്കെ വല്ലാത്തൊരു ഫീലാണ് വായനക്കാരനും സമ്മാനിക്കുന്നത്. ആ കഥയിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക്, ചിന്തകളിലേക്ക് വായനക്കാരനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഒരു നല്ല വായനാ അനുഭവം തന്നെയായിരുന്നു ജ്ഞാനഭാരം. മൂന്നാമത്തെ പുസ്തകം വിനോയ് തോമസിന്റെ പ്രോത്താസീസിന്റെ ഇതിഹാസം. DC ബുക്സ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ 2 നോവലുകളാണുള്ളത്. ആദ്യത്തേത് പ്രോത്താസീസിന്റെ ഇതിഹാസം. പ്രോസിസാറിന്റെ ജീവിതത്തിലെ ചില സംഭവബഹുലമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പുസ്തകത്തിന്റെ കവറും പേരും കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്കും ഒരു ആലോചന വന്നേക്കാം. OV വിജയനും ഖസാക്കിന്റെ ഇതിഹാസവും ഒക്കെ ഉണ്ടോ എന്നുള്ളത്. ഉണ്ട്. ശേഷം എന്തായാലും വായിച്ചു തന്നെ അറിയാം. ഒറ്റയിരിപ്പിന് വായിച്ച് ചിരിച്ച് ഒരു വഴിക്കായ പുസ്തകം. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നോവലിൽ പരാമർശിക്കുന്നതെന്ന് പറയാം. അതിനെ ആക്ഷേപഹാസ്യത്തിൽ എഴുതി ഒരു ഗംഭീര അനുഭവമാക്കി മാറ്റുന്നുണ്ട് പ്രോത്താസീസിന്റെ ഇതിഹാസത്തിൽ വിനോയ് തോമസ്. ഗംഭീര വായന തന്നെയായിരുന്നു. ബുദ്ധിജീവി പരിപാടികളൊക്കെ ഇത്രയും മികച്ച രീതിയിൽ കൂട്ടുന്ന ഒരു വായന അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുകൂടെ പറയാം. രണ്ടാമത്തെ നോവലായ നന, ചുരുളി എന്ന സിനിമയ്ക്ക് ആധാരമായ കളികമനാറിലെ കുറ്റവാളികൾ എന്ന ചെറുകഥയുടെ എതിർകഥയാണെന്ന് പറയാം. നല്ലവർ മാത്രം താമസിക്കുന്ന ഒരു നഗരത്തിൽ ഒരു കുറ്റവാളി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന ഇൻഫർമേഷൻ ലഭിക്കുകയും അയാളെ കണ്ടെത്താനുള്ള യാത്രയും തുടർ സംഭവങ്ങളുമൊക്കെയാണ് നന പറയുന്നത്. രസമുള്ളൊരു വായന തന്നെയാണ്. ഇതിൻ്റെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് പൂർണ്ണമായി ലഭിച്ചു എന്ന് തോന്നിയില്ല. ചിലപ്പോൾ ഒരു വായന കൂടെ ആവശ്യമായി വന്നേക്കാം. എന്തായാലും പ്രോത്താസീസിന്റെ ഇതിഹാസം ഓർത്തോർത്ത് ചിരിക്കാനുള്ള, ചിന്തിക്കാനുള്ള വക തരുന്ന ഒരു വർക്ക് കൂടെയാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. ബുക്ക് മാർക്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട്, വേറെ പുസ്തകങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.